ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. മദ്യപിച്ചെത്തിയ എയർ ഇന്ത്യ പൈലറ്റിനെ കാനഡയിൽ തടഞ്ഞുവെച്ചു. വാൻകൂവറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിന്റെ പൈലറ്റാണ് ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ പിടിയിലായത്. DGCയെയും സംഭവം അന്വേഷിക്കുകയാണ്. പി വസന്ത വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. വസന്ത, ഇപ്പോ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറെ പരാതികൾ, സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ശ്രമം, വിശ്വാസ്യത നേടിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വീഴ്ചയാണ്. സ്വാഭാവികമായും അത് വ്യക്തിപരമാണ് എങ്കിൽ പോലും എയർ ഇന്ത്യക്ക് അതുമായി ബന്ധപ്പെട്ട് പഴി കേൾക്കേണ്ടി വരും. വിശ്വാസ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ് അന്വേഷണം? കഴിഞ്ഞ ഡിസംബർ 23-നാണ് സംഭവം ഉണ്ടായത്. അതായത് വാൻകൂവറിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിമാനം പറത്തേണ്ട എയർ ഇന്ത്യയുടെ പൈലറ്റ് ഡ്യൂട്ടി ഫ്രീ ഏരിയയിൽ വൈൻ ബോട്ടിൽ എടുക്കുന്നത് കണ്ട ഒരു സ്റ്റാഫറാണ് ഈ വിഷയം കാനഡിയൻ അധികൃതരെ അറിയിച്ചത്. അതായത് മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ വന്നത്. വൈൻ കുടിച്ചിരുന്നു എന്നുള്ളൊരു സംശയം തുടർന്നുണ്ടാവുകയും കനേഡിയൻ വിമാനത്താവള അധികൃതർ അപ്പോൾ തന്നെ ബ്രീത്ത് അനലൈസർ പരിശോധന നടത്തുകയും മദ്യപിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്ത് ആ വിവരം എയർ ഇന്ത്യയെ അറിയിച്ചു. തുടർന്ന് പൈലറ്റിനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു പൈലറ്റാണ് ഈ വിമാനം വാൻകൂവറിൽ നിന്നും ഡൽഹിയിലേക്ക് വന്നത്. 2 സെറ്റ് പൈലറ്റുമാരാണ് ഈ ലോങ് ഹോൾ ഫ്ലൈറ്റ് സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പൈലറ്റും ഒരു കോ പൈലറ്റും, അങ്ങനെ 2 സെറ്റായിട്ടുള്ള ഇതിനാണ്. തൽക്കാലം മറ്റൊരു പൈലറ്റിനെ വെച്ച് വിമാനം വാൻകൂവറിൽ നിന്നും ഡൽഹിയിൽ എത്തിച്ചു. പൈലറ്റിനെ പിന്നീട് ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. DGCA അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. കാനഡയിലാണ് ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ എയർ ഇന്ത്യയുടെ പൈലറ്റ് പിടിയിലായത്. തുടർന്ന് മറ്റൊരു പൈലറ്റിനെ വെച്ച് വിമാനം ഡൽഹിയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് എയർ ഇന്ത്യ നടത്തിയത്. എന്തായാലും DGC അടക്കം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്.